ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതിനൊരു വീഡിയോയിൽ നമ്മൾ കോടയൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇനി നമുക്ക് സൂര്യകാന്തി പൂ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബബിൾ ടീ കണ്ടത്. അതൊന്ന് കണ്ടിട്ട് അതിനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുന്നേ കണ്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വയനാട് അൾട്രാ പാർക്ക് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ അവിടെ ഒന്ന് നമ്മൾ നിർത്തിയത്. വേറെ ഒന്നുമല്ല നിർത്തിയത്, ഈ ഒരു അഡ്വഞ്ചർ കണ്ടപ്പോഴാണ് നിർത്തിയത്. പക്ഷേ എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവിടെ ഒന്ന് നമ്മൾ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം അതിനായിട്ട് നമ്മൾ വരുന്നുണ്ട്. ആ അവിടെ നിന്ന് ഇങ്ങനെ ആടുന്ന കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് പേടിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ തേയിലത്തോട്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോകളൊക്കെ നിർബന്ധമാണല്ലോ. അവിടുന്ന് ഞാനിതാ ഇതേപോലെ കുറച്ച് വീഡിയോസും കോപ്രായങ്ങളൊക്കെ കാണിച്ചു, റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്. നമ്മളിതാ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മൃഗങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് മാനിനെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞു നമ്മളിതാ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൂര്യകാന്തി പൂവിനെ കാണാം. ഇതാ ഞാൻ അവിടെ നിർത്തി. പക്ഷേ ഇവിടെയല്ല നമ്മൾ ഇറങ്ങിയത് വേറൊരു സ്ഥലത്താണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ എന്ത് അടിപൊളിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് കാറ്റും അതേപോലെ ഈ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ ചില ഫ്ലവറൊക്കെ ഇങ്ങനെ കേടായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, നല്ല മഴ വരുന്നുണ്ട്. അപ്പം നമ്മളെന്ന് വിചാരിച്ചു മഴയത്തായി പോകണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഈ ഒരു ചോക്ലേറ്റും കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് പോകുമ്പം കുറേ മാനുകൾ, വൈകുന്നേരം ആയിട്ടുണ്ട്, നമ്മളൊരു 6 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ കുറേ മാനുകളെ കണ്ടു. അത് മാത്രമല്ല കാട്ടുപോത്തില്ലേ, അത് അവിടെ നിന്ന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വരുമ്പോൾ ഇതാ അതിനെ കണ്ടു. ഇങ്ങനെ പോകുമ്പോഴാണ് കണ്ടത്. ആളിതാ പടച്ചോനെ, അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയും അടുത്തുനിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് നമ്മളടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി കേട്ടോ. ഇതും കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫുഡും വാങ്ങിയിട്ട്, നമ്മൾ മഴയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.